ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറും സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറും യൂസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ് പീസ് വൈസ് ഡിഫൈൻഡ് ഫങ്ഷൻസ്. അതിൽ ഫസ്റ്റ് വൺ, എഫ് ഓഫ് ടി ഈക്വൽ ടു 2 for 0 less than or equal to t less than pi and 0 for pi less than or equal to t less than 2 pi and sin t for t greater than 2 pi. സോ ഇതൊരു പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. എഫ് ഓഫ് ടി ഒരു പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ഈ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ കണ്ടു നേരത്തെ ഒരു പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിനെ മാറ്റി എഴുതാൻ പറ്റും. സോ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ആൻഡ് എച്ച് ഓഫ് ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. ഇങ്ങനെ ഒരു ജനറൽ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനെ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ ഉപയോഗിച്ചിട്ട് മാറ്റി എഴുതാൻ പറ്റും. അതെങ്ങനെയായിരുന്നു? ഇതിനെ നമുക്ക് എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ പ്ലസ് എച്ച് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. യു ഓഫ് ടി മൈനസ് എ എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. ആൻഡ് ദിസ് ഈസ് 0 ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ആൻഡ് 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. അതാണ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസ്. ഏതൊരു പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ തന്നാലും അതിനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, നമുക്ക് ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കാണേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് മാറ്റി എഴുതുന്നു. നമ്മളെ ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് ടി ഈക്വൽ ടു 2 മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ പ്ലസ് സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പൈ. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ നോക്കൂ, ഇവിടെ എന്താണ് യു ഓഫ് ടി മൈനസ് പൈ യു ഓഫ് ടി മൈനസ് പൈ 0 ആയിരിക്കും ഫോർ ടി ലെസ് ദാൻ പൈ ആൻഡ് 1 ആയിരിക്കും ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈ. ആൻഡ് അതേപോലെ യു ഓഫ് ടി മൈനസ് 2 പൈയോ അത് 0 ആയിരിക്കും ഫോർ ടി ലെസ് ദാൻ 2 പൈ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പൈന് ഇതെന്താവും 1 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്താണ്? ഇറ്റ് ഈസ് 2 ഫോർ ടി ലെസ് ദാൻ പൈ. ടി ലെസ് ദാൻ പൈ ആകുമ്പോൾ നമുക്ക് എഫ് ഓഫ് ടീൻ്റെ വാല്യൂ 2 കിട്ടണം. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ടി ലെസ് ദാൻ പൈ ആകുമ്പോൾ യു ഓഫ് ടി മൈനസ് പൈ എന്താണ്? 0 ആണ്. ആൻഡ് ഈ ടേം, അപ്പോൾ ഈ സെക്കൻഡ് ടേം എന്താവും? 0 ആയിപ്പോയി. ആൻഡ് ഇവിടെ യു ഓഫ് ടി മൈനസ് 2 പൈ ടി ലെസ് ദാൻ പൈ ആണ്. സോ സ്വാഭാവികമായിട്ടും ടി എന്താണ്? ലെസ് ദാൻ 2 പൈ ആണ്. സോ ഈ ടേം യു ഓഫ് ടി മൈനസ് 2 പൈയും എന്താണ്? 0 ആണ്. സോ ഇവിടെ എന്തേ ഉണ്ടാവുള്ളൂ? എഫ് ഓഫ് ടി ഈക്വൽ ടു 2. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ പൈ നമുക്ക് ഈ ഫംഗ്ഷന് എഫ് ഓഫ് ടി ഈക്വൽ ടു 2 ആണ് കിട്ടുന്നത്. അതേപോലെ പൈ ലെസ് ദാൻ ടി ലെസ് ദാൻ 2 പൈ ആ ഇൻ്റർവെല്ലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ് കിട്ടേണ്ടത്. സോ അവിടെ എന്താണ്? ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈ ആണ്. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈ ആകുമ്പോൾ ഇതെന്താവും? 1 ആവും. സോ ഇവിടെ നമുക്ക് 2 ഇൻറ്റു 1 എന്ന് വരും. ആൻഡ് പ്ലസ് സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പൈ. അവിടെ സെക്കൻഡ് ഇൻ്റർവെല്ലിൽ എന്താണ്? ടി ലെസ് ദാൻ 2 പൈ ആണ്. ടി ലെസ് ദാൻ 2 പൈ ആയതുകൊണ്ട് യു ഓഫ് ടി മൈനസ് 2 പൈ 0 ആവും. സോ സൈൻ ഇൻറ്റു 0, ഈ ടേം മൊത്തം 0 ആയി. ഇവിടെ എന്താ ഉള്ളത്? 2 മൈനസ് 2 ഇൻറ്റു 1, ദാറ്റ് ഈസ് 2 മൈനസ് 2, 0 കിട്ടി. സോ പൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 2 പൈ ആയാലും നമുക്ക് എഫ് ഓഫ് ടീൻ്റെ വാല്യൂ കറക്റ്റ് നമ്മളെ ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള അതേ വാല്യൂ 0 കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അടുത്ത ഇൻ്റർവെൽ ടി ഗ്രേറ്റർ ദാൻ 2 പൈ ആകുമ്പോൾ എഫ് ഓഫ് ടീൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടണം? സൈൻ ടി എന്ന് കിട്ടണം. ഓക്കെ, സോ ടി ഗ്രേറ്റർ ദാൻ 2 പൈ ആകുമ്പോൾ എന്താണ്? യു ഓഫ് ടി മൈനസ് പൈ എന്താവും? ടി ഗ്രേറ്റർ ദാൻ പൈന് യു ഓഫ് ടി മൈനസ് പൈ 1 ആണ്. സോ ടി ഗ്രേറ്റർ ദാൻ 2 പൈ ആണ്. ഓക്കെ, സോ ടി ഗ്രേറ്റർ ദാൻ 2 പൈ ആകുമ്പോൾ ടി ഗ്രേറ്റർ ദാൻ പൈ ആണ്. സോ ദിസ് വാല്യൂ എന്താവും? 1 ആവും. സോ 2 മൈനസ് 2 ഇൻറ്റു 1 ഇവിടെ 0 ആയി. പ്ലസ് സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പൈ. ഇവിടെ ടി ഗ്രേറ്റർ ദാൻ 2 പൈ ആയതുകൊണ്ട് യു ഓഫ് ടി മൈനസ് 2 പൈ ഈക്വൽ ടു 1 ആവും. സോ സൈൻ ടി ഇൻറ്റു 1 ഈക്വൽ ടു എന്താണ്? സൈൻ ടി എന്ന് കിട്ടും. സോ എഫ് ഓഫ് ടീൻ്റെ വാല്യൂ നമുക്ക് സൈൻ ടി കിട്ടും ഫോർ ടി ഗ്രേറ്റർ ദാൻ 2 പൈ. സോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ എഫ് ഓഫ് ടീനെ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഫോമിൽ എഴുതാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾക്ക് എന്തായിരുന്നു? അപ്പോൾ ആ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു കാണേണ്ടത്. ആൻഡ് ദാറ്റ് ഫംഗ്ഷൻ ഈക്വൽ ടു ഇതായിരുന്നുകൊണ്ട് ഇനി എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടാൽ മതി. ഓക്കെ, സോ ലാപ്ലേസ് ഓഫ് എൽ ഓഫ് 2 മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ പ്ലസ് സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പൈ. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ലീനിയർ ഫംഗ്ഷനാണ്. അതുകൊണ്ട് നമുക്കിത് ഓരോന്നും സ്പ്ലിറ്റ് ആയിട്ടെടുക്കാം. സോ എൽ ഓഫ് ഇവിടെ എന്താണ്? എൽ ഓഫ് 2, അതായത് 2 ഇൻറ്റു എൽ ഓഫ് 1 മൈനസ് 2 ഇൻറ്റു എൽ ഓഫ് യു ഓഫ് ടി മൈനസ് പൈ പ്ലസ് എൽ ഓഫ് സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പൈ. ഇനി
നമുക്ക് ഓരോന്നിൻ്റെ ലാപ്ലേസ് കണ്ടുനോക്കാം. ഇവിടെ എന്താണ് L(1) 2 ഇൻറ്റു L(1). L(1) എന്താണ് 1/s 2 ഇൻറ്റു 1/s. ഇവിടെ എന്താണ് -2 ഇൻറ്റു L(u(t) മൈനസ് പൈ. L(u(t) മൈനസ് പൈ എന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ u(t) മൈനസ് a എന്ന് പറയുന്ന യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് e⁻⁻s/s. ലാപ്ലാസ് ഓഫ് u(t) മൈനസ് a എന്താണ് e⁻⁻s/s ആണ്. സോ ഇവിടെ എന്താണ് L(u(t) മൈനസ് പൈ ആണ്, അതായത് ഇവിടെ a ഈക്വൽ ടു എന്താണ് പൈ ആണ്. സോ e⁻⁻as/s ആണ് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം വരിക എന്തിൻ്റെ L(u(t) മൈനസ് a. സോ ഇവിടെ എന്താണ് a എന്താണ് പൈ ആണ്. സോ ദിസ് വിൽ ബിക്കം e⁻⁻πs/s. സോ -2 ഇൻറ്റു e⁻⁻πs/s. സോ ഇവിടെയും കിട്ടി. ഇനി ഇത് L(sin t) ഇൻറ്റു u(t) മൈനസ് 2π. ഇനി ഇവിടെ സൈൻ ടീനെ നമുക്ക് sin of t മൈനസ് 2π എന്നെഴുതാം. കാരണം എന്താണ് sin t ഈക്വൽ ടു sin of t മൈനസ് 2π ആണ്. sin t എന്താണ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ. സൈൻ ഫംഗ്ഷൻ പീരിയോഡിക് ഫംഗ്ഷനാണ് വിത്ത് പീരിയഡ് 2π. സോ sin t ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം sin of t മൈനസ് 2π എന്ന് പറയാം. സോ sin tക്ക് പകരം എന്ത് കൊടുക്കുക sin of t മൈനസ് 2π എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് L(f(t) 2/s കിട്ടി -2 e⁻⁻πs/s പ്ലസ് sin of t മൈനസ് 2π ഇൻറ്റു u(t) മൈനസ് 2π. ഇത് നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യാം, നമ്മുടെ സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറം അല്ലെങ്കിൽ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാം. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ എന്താ പറയുന്നത് L(f(t) മൈനസ് a ഇൻറ്റു u(t) മൈനസ് a ഈക്വൽ ടു e⁻⁻as ഇൻറ്റു L(f(t) എന്ന്. L(f(t) മൈനസ് a ഇൻറ്റു u(t) മൈനസ് a e⁻⁻as ഇൻറ്റു L(f(t) എന്ന് എഴുതാം. സോ ഇവിടെ L(f(t) മൈനസ് a ഇൻറ്റു u(t) മൈനസ് a എന്നുള്ള ഫോമുല അത് കിടക്കുന്നത്. ഇവിടുത്തെ f(t) മൈനസ് a, ഇവിടെ a എന്താണ് a ഈക്വൽ ടു 2π ആണ്. ആൻഡ് ഇവിടുത്തെ ഫംഗ്ഷൻ f(t) എന്താണ് f(t) ഈക്വൽ ടു sin t ആണ്. സോ നമ്മൾ റിസൾട്ട് വെച്ചിട്ട് ഇതിനെ എങ്ങനെ എഴുതാം e⁻⁻as ഇൻറ്റു L(f(t) എന്നാണ് സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറത്തിലെ റിസൾട്ട് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനെ e⁻⁻as a എന്താണ് ഇവിടെ 2π മൈനസ് 2π ഇൻറ്റു s ഇൻറ്റു L(f(t) എന്താണ് ഇവിടെ sin t. സോ L(sin t). സോ ഇവിടെ നമുക്ക് 2/s ഇതിനെ അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം 2 ഇൻറ്റു 1 മൈനസ് e⁻⁻πs ഹോൾ ഡിവൈഡഡ് ബൈ s പ്ലസ് e⁻⁻2πs ഇൻറ്റു L(sin t). L(sin t) എന്താണ് 1/s² പ്ലസ് 1 and hence the answer. Okay. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലും ഒരു ഫംഗ്ഷൻ f(t) തന്നിട്ടുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു sin t ആണ് ഫോർ t ലെസ് ദാൻ π/4 ആൻഡ് sin t പ്ലസ് cos of t മൈനസ് π/4 ആണ് ഫോർ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു π/4. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇത് വീണ്ടും ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ ഫസ്റ്റ് ഈ ഫംഗ്ഷൻ എന്താണ് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന് വെച്ചിട്ട് മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഫംഗ്ഷൻ f(t)നെ ഇങ്ങനെ എഴുതാം f(t) ഈക്വൽ ടു sin t പ്ലസ് g(t) എന്നെഴുതാം. വേർ g(t) ഈസ് g(t) എന്താണ് g(t) ഈക്വൽ ടു 0 ആണ് ഫോർ t ലെസ് ദാൻ π/4 ആൻഡ് g(t) ഈക്വൽ ടു cos of t മൈനസ് π/4 ഫോർ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു π/4. അങ്ങനെയാണെങ്കിൽ നോക്കൂ g(t) എന്താവും t ലെസ് ദാൻ π/4 ആകുമ്പോൾ g(t) എന്താണ് 0. നമ്മൾ f(t)നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്താണ് sin t പ്ലസ് g(t) ആണ്. ആൻഡ് f(t)ൻ്റെ വാല്യൂ sin t ആണ് ഫോർ t ലെസ് ദാൻ π/4. സോ t ലെസ് ദാൻ π/4 ആകുമ്പോൾ g(t) എന്താവും 0 ആവും. സോ നമുക്ക് എന്ത് കിട്ടും f(t) ഈക്വൽ ടു sin t പ്ലസ് g(t) ഈക്വൽ ടു sin t ആണെന്ന് കിട്ടും. ഇനി t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു π/4 ആകുമ്പോൾ g(t) എന്താവും cos of t മൈനസ് π/4 ആവും. സോ f(t) ഈസ് ഈക്വൽ ടു sin t പ്ലസ് g(t) എന്താണ് അവിടെ cos of t minus π/4 when t greater than or equal to π/4. So നമ്മൾ ഈ ഫംഗ്ഷൻ f(t)നെ ഇങ്ങനെ f(t) ഈക്വൽ ടു sin t പ്ലസ് g(t) കൊടുത്തു. വേർ g(t) ഈക്വൽ ടു ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ഇവിടെ g(t) എന്താണ് g(t) is a step function is a piecewise defined function. ഇനി നമ്മൾ g(t)നെ എന്ത് ചെയ്യാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u(t) മൈനസ് a വെച്ചിട്ട് ഒന്ന് റീറൈറ്റ് ചെയ്യാൻ. സോ നമുക്കിവിടെ g(t) ഈക്വൽ ടു ഇങ്ങനെ കൊടുക്കാം cos of t മൈനസ് π/4 ഇൻറ്റു u(t) മൈനസ് π/4. ഓക്കെ, സോ ഇവിടെ a ആയിട്ട് നമ്മൾ എടുത്തത് π/4 ആണ്. ഇവിടെ u(t) മൈനസ് π/4 എന്താണ് 0 ആയിരിക്കും ഫോർ
for t less than pi by 4 and greater than or equal to pi by 4 അത് 1 ആവും. സോ t less than pi by 4 ആകുമ്പോൾ u of t minus pi by 4 0 ആവും. സോ cos t minus pi by 4 into 0 g of t നമുക്ക് എന്ത് കിട്ടും 0 കിട്ടും when t less than pi by 4 and t greater than or equal to pi by 4 ആകുമ്പോൾ u of t minus pi by 4 1 ആവും. സോ g of t എന്താവും cos of t minus pi by 4 into 1 എന്ന് കിട്ടും. സോ g of t is equal to cos of t minus pi by 4 ആണ് t greater than or equal to pi by 4 ആകുമ്പോൾ. സോ നമുക്ക് g of t നെ ഇതേപോലെ ഡിഫൈൻ ചെയ്യാം. നമുക്ക് എഫ് ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരുന്നു കാണേണ്ടിയിരുന്നത് ആൻഡ് എഫ് ഓഫ് ടീനെ നമ്മൾ ഡിഫൈൻ ചെയ്തത് സൈൻ ടി പ്ലസ് ജി ഓഫ് ടി ആണ്. സോ എൽ ഓഫ് എഫ് ഓഫ് ടി എന്താണ്? എൽ ഓഫ് സൈൻ ടി പ്ലസ് ജി ഓഫ് ടി. ലാപ്ലാസ് ട്രാൻസ്ഫോം ലീനിയർ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എൽ ഓഫ് സൈൻ ടി പ്ലസ് എൽ ഓഫ് ജി ഓഫ് ടി എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് സൈൻ ടി പ്ലസ് എൽ ഓഫ് ജി ഓഫ് ടി. ജി ഓഫ് ടീനെ എങ്ങനെ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് കോസ് ടി മൈനസ് പൈ ബൈ 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ബൈ 4. സോ എൽ ഓഫ് ജി ഓഫ് ടിക്ക് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് എൽ ഓഫ് സൈൻ ടി എന്താണ്? 1/s² പ്ലസ് 1 ആണ്. ഇനി ഇത് എൽ ഓഫ് കോസ് ടി മൈനസ് പൈ ബൈ 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ബൈ 4. ഇതെന്ത് ഫോമിലാണ്? നമ്മളെ സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറത്തിൻ്റെ ഫോമിലാണ് എടുക്കുന്നത്. സോ സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറത്തിൽ പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് എൽ ഓഫ് എഫ് ഓഫ് ടി ആണ്. ഓക്കെ, സോ ഇവിടെ കോസ് ടി മൈനസ് പൈ ബൈ 4 യു ടി മൈനസ് പൈ ബൈ 4 ആ ഫോമുല കിടക്കുന്നത്. ഇവിടെ എ എന്താണ്? എ ഈക്വൽ ടു പൈ ബൈ 4 ആണ് ആൻഡ് എഫ് ഓഫ് ടി എന്താണ്? ഇവിടെ കോസ് ടി ആണ്. ഓക്കെ, എഫ് ഓഫ് ടി ഈസ് കോസ് ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറം ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലെങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് എ എസ്. എ എന്താണ്? പൈ ബൈ 4. സോ ഇ റേസ് ടു മൈനസ് പൈ ബൈ 4 എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി എന്താണ്? കോസ് ടി. സോ എൽ ഓഫ് കോസ് ടി എന്ന് എഴുതാം. ദറ്റ് ഈസ് 1/s² പ്ലസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ബൈ 4. എൽ ഓഫ് കോസ് ടി എന്താണ്? s/s² പ്ലസ് 1. അത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. Next question, find the Laplace transform of each of the following functions assuming it to be 0 outside the given interval. First one, e raised to t 0 less than or equal to t less than 1. ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് തന്ന ഫംഗ്ഷൻ്റെ ഇ റേസ് ടു ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതെങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അത് 0 ആണ് ഫോർ ഔട്ട്സൈഡ് ദിസ് ഇൻ്റർവെൽ. അതായത് ഈ ഫംഗ്ഷൻ നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് ടി എടുത്തിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു ടി ആണ് ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1 ആൻഡ് എഫ് ഓഫ് ടി ഈക്വൽ ടു 0 ആണ് ബാക്കിയുള്ളതും എൽസ്വെയർ. ഈ ഒരു ഇൻ്റർവെൽ 0, 1 എന്ന് പറയുന്ന ആ ഇൻ്റർവെല്ലിൻ്റെ പുറത്തെല്ലാം ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് ടീൻ്റെ വാല്യൂ എന്താണ്? ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടത്. ഓക്കെ, സോ നമ്മൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് ടീനെ ഈ ഒരു 0 ഈക്വൽ ടു ഇ റേസ് ടു ടി ഇൻ ദിസ് ഇൻ്റർവെൽ ആൻഡ് 0 എൽസ്വെയർ എന്നുള്ള രീതിയിൽ ഈ ഫംഗ്ഷനെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യണം. ഓക്കെ, സോ എഫ് ഓഫ് ടീനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് എഴുതുകയാണ്. എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു ടി ഇൻറ്റു 1 മൈനസ് യു ഓഫ് ടി മൈനസ് 1 എന്നെഴുതി. ഓക്കെ, സോ ഇ റേസ് ടു ടി ഇതിനെങ്ങനെ എഴുതാം? സോ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇതെന്താണ്? ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇനി അത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് ടീൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. യു ഓഫ് ടി മൈനസ് 1 എന്താവും? യു ഓഫ് ടി മൈനസ് 1 ഈക്വൽ ടു 0 ആവും ഫോർ ടി less than t less than 1 and 1 for t greater than 1. 0 less than or equal to t less than 1 ഇതിൻ്റെ വാല്യൂ u of t minus 1ൻ്റെ വാല്യൂ 0 and for t greater than or equal to 1 അതിൻ്റെ വാല്യൂ എന്താവും? 1 ആവും. ഓക്കെ, നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്താണ്? ഈ ഒരു ഇൻ്റർവെൽ 0 to 1 എന്നുള്ള ഈ ഇൻ്റർവെല്ലിൽ അതിൻ്റെ വാല്യൂ ഇ റേസ് ടു ടി കിട്ടണം, ബാക്കിയുള്ളടത്തൊക്കെ 0 കിട്ടണം. നമ്മൾ ഇങ്ങനെയാണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇനി യു ഓഫ് ടി മൈനസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1 ആവുമ്പോൾ യു ഓഫ് ടി മൈനസ് 1 എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു 0. സോ ഇ റേസ് ടു ടി ഇൻറ്റു 0 കിട്ടും. സോ എഫ് ഓഫ് ടി ഈക്വൽ ടു നമുക്ക് എന്ത് ഉണ്ടാവുള്ളൂ? ഇ റേസ് ടു ടി എ ഉണ്ടാവുള്ളൂ. ഇനി രണ്ടാമത്തെ കേസിൽ അതിൻ്റെ പുറത്ത് ഓക്കെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുമ്പോൾ, സോ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ യു ഓഫ് ടി മൈനസ് 1 എന്താണ്? 1 ആണ്. സോ ഇ റേസ് ടു ടി ഇൻറ്റു 1 എന്താണ്? ഇ റേസ് ടു ടി. സോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ പുറത്ത് 0, 1 എന്ന് പറയുന്ന ആ ഇൻ്റർവെല്ലിൻ്റെ പുറത്ത് നമുക്ക് എഫ് ഓഫ് ടീൻ്റെ വാല്യൂ എന്ത് കിട്ടുന്നുണ്ട്? 0 എന്നും കിട്ടുന്നുണ്ട്.
നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് ടീനെ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ് കാണേണ്ടത്. സോ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഓഫ് ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം എന്താണ്, ലീനിയർ ആണ്. സോ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എൽ ഓഫ് ഇ റേസ് ടു ടി മൈനസ് എൽ ഓഫ് ഇ റേസ് ടു ടി യു ഓഫ് ടി മൈനസ് 1. ഓക്കെ, സോ എൽ ഓഫ് ഇ റേസ് ടു ടി മൈനസ് ഇവിടെ എൽ ഓഫ് ഇ റേസ് ടു ടീനെ അങ്ങനെ തന്നെ എഴുതി, എൽ ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ലാപ്ലേസ് കണ്ട് ഈ ഒരു ഫംഗ്ഷന് എന്താണ്, നമ്മൾ അൾട്ടർനേറ്റീവ് ഫോം ഓഫ് സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറം ആ ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, അൾട്ടർനേറ്റീവ് ഫോം ഓഫ് സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറത്തിൽ എന്തായിരുന്നു, ഒരു ഫംഗ്ഷൻ എൽ ഓഫ് ലാപ്ലാസ് ഓഫ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു എന്താ പറഞ്ഞത്, ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലാസ് ഓഫ് ജി ഓഫ് ടി പ്ലസ് എ ആണെന്നാണ് പറഞ്ഞത്. സോ ഇവിടെ നോക്കി, ഇവിടെ ഈ ഫോമിലാണ് കിടക്കുന്നത് അല്ലേ, ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ, ഒരു ഫംഗ്ഷൻ ഓഫ് ടി ഇ റേസ് ടു ടി ഇൻറ്റു എ സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ജി ഓഫ് ടി എന്താണ്, ജി ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു ടി ആണ്. ആൻഡ് യു ഓഫ് ടി മൈനസ് എക്ക് പകരം ഇവിടെ യു ഓഫ് ടി മൈനസ് 1 ആണ്. സോ എ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് അൾട്ടർനേറ്റീവ് ഫോം ഓഫ് സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറം വെച്ചിട്ട് ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താവും, ഇ റേസ് ടു മൈനസ് എ എസ്, ഇ റേസ് ടു മൈനസ് എ എസ്, ഇവിടെ എ എന്താണ് 1 ആണ്. സോ ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ലാപ്ലാസ് ഓഫ് ജി ഓഫ് ടി പ്ലസ് എ. ഓക്കെ, ജി ഓഫ് ടി പ്ലസ് എ ആണ്. ജി ഓഫ് ടി പ്ലസ് ഇവിടുത്തെ എ എന്താണ് 1 ആണ് വരേണ്ടത്. ഇവിടെ ജി ഓഫ് ടി എന്താണ്, ഇ റേസ് ടു ടി ആണ്. സോ ജി ഓഫ് ടി പ്ലസ് 1 എന്താവും, ഇ റേസ് ടു ടി പ്ലസ് 1. സോ ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 എന്ത് കിട്ടി, ഇ റേസ് ടു മൈനസ് എസ് ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു ടി പ്ലസ് 1. ഓക്കെ, ഇനി ഇവിടെ രണ്ടിലും ഈ രണ്ട് ടേമിലും എൽ ഓഫ് ഇ റേസ് ടു ടി കോമൺ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് ഇവിടെ എൽ ഓഫ് ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഇ എസ് ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു ടി പ്ലസ് 1 ആണ്. ഈ എൽ ഓഫ് ഇ റേസ് ടു ടി പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം, എൽ ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു ഇ എന്നെഴുതാം. ഓക്കെ, സോ ഇ എന്താണ്, ഇ ഇസ് എ കോൺസ്റ്റൻ്റ് അല്ല, ഇറ്റ് ഇസ് എ നമ്പർ ആൻഡ് ഇറ്റ് ഇസ് കോൺസ്റ്റൻറ്റ്. സോ ഈ ലാപ്ലാസിൻ്റെ ഈനെ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കാം. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇ റേസ് ടു മൈനസ് എസ്, ഇവിടെ നിന്ന് ഈനെ പുറത്തേക്ക് എടുത്താൽ ഇൻറ്റു ഇ ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു ടി എന്നതാണ്. ഇനി ഇവിടെ നോക്കൂ, ഈ രണ്ട് ടേമിലും എൽ ഓഫ് ഇ റേസ് ടു ടി എന്താണ്, കോമൺ ആണ്. സോ അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. എൽ ഓഫ് ഇ റേസ് ടു കോമൺ ആയി പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി എന്താ ഇവിടെ ഉള്ളത്, ഇവിടെ എന്താ ഉള്ളത്, എൽ ഓഫ് ടി എടുത്താൽ 1 ഉണ്ടാവും. 1 മൈനസ് ഇവിടെയോ ഇ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ്, ദാറ്റ് ഈസ് ഇ റേസ് ടു 1 മൈനസ് എസ് ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 മൈനസ് ഇ റേസ് ടു 1 മൈനസ് എസ്. ഈ എൽ ഓഫ് ഇ റേസ് ടു ടി എന്താണ്, ഇ റേസ് ടു എ ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസ് 1 ബൈ എസ് മൈനസ് എ ആണ്. സോ ഇവിടെ ഇ റേസ് ടു ടി ആണ്, അതായത് എ ഈസ് 1. സോ അതിൻ്റെ എന്താണ് 1 ബൈ എസ് മൈനസ് 1. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1 മൈനസ് ഇ റേസ് ടു 1 മൈനസ് എസ് ഹോൾ ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ഇ റേസ് ടു മൈനസ് 3s ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് കണ്ടത്. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ്, ഇതാണ് നമുക്ക് കണ്ടത്, എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 3s ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഇ റേസ് ടു മൈനസ് 3s അവിടെ വെച്ചു ബാക്കിയുള്ള പോർഷന് കൺസിഡർ ചെയ്തു. സോ നമ്മൾ ഫസ്റ്റ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 അതിൻ്റെ എൽ ഇൻവേഴ്സ് ആണ് കാണുന്നത്. ഓക്കെ, സോ നമുക്ക് ഇൻവേഴ്സ് ഫോം ഓഫ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ഇൻവേഴ്സ് ഫോം വെച്ചിട്ട് നമുക്കറിയാം, ഇഫ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു എ ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇ റേസ് ടു എ ടി. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്താണ്, സ്മോൾ എഫ് ഓഫ് ടി. ഇനി ഇവിടെ എന്താണ്, എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ ആ ഫോമുല എടുക്കുന്നത് അല്ലേ, എഫ് ഓഫ് എസ് മൈനസ് എ എന്നുള്ള ഫോമുല എടുക്കുന്നത്. സോ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ എന്താണ്, ഇ റേസ് ടു എ ടി. ഇവിടെ എസ് മൈനസ് 1 ആണ്. സോ എ എന്താണ്, എ ഇസ് ഈക്വൽ ടു 1. സോ ഇ റേസ് ടു എ ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് മൈനസ് എ ഫോമിലാണ് ഇത് കിടക്കുന്നത്. സോ എഫ് ഓഫ് എസ് എന്താവും, 1 ബൈ എസ് മൈനസ് 1 റേസ് ടു 4 ആണ് എഫ് ഓഫ് എസ് മൈനസ് എ. സോ എഫ് ഓഫ് എസ് എന്താണ്, 1 ബൈ എസ് റേസ് ടു 4. സോ ഇതിനെ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ഇൻവേഴ്സ് ഫോം വെച്ചിട്ട് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4നെ എ റേസ് ടു ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് റേസ് ടു 4 എന്നെഴുതാം. വാട്ട് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് റേസ് ടു 4?
L inverse of 1 by s raised to n is, ഇനി 1 by s raised to 4ൻ്റെ L ഇൻവേഴ്സ് കാണണം. സോ L ഇൻവേഴ്സ് ഓഫ് 1 by s raised to n എന്താണ്? t raised to n minus 1 by n minus 1 ഫാക്ടോറിയൽ ആണ്. സോ ഇവിടെ n എന്താണ്? 4 ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? e raised to t ഉണ്ടാണ്ട് t raised to 4 minus 1 by 4 minus 1 factorial, that is e raised to t into t cube by 3 factorial, that is 1 by 6 into t cube into e raised to t. നമ്മൾ ഇതിനെ L inverse of f of s minus ഇതിനെ നമ്മൾ f of t ആയിട്ട് ചൂസ് ചെയ്തു. ഓക്കെ, let this be f of t. കാണേണ്ടിയിരുന്നത് L ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 3s ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 ആണ്. അങ്ങനെയാണെങ്കിൽ ബൈ ദ ഇൻവേഴ്സ് ഫോം ഓഫ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിച്ചിട്ട് ദിസ് ഈക്വൽ ടു നമുക്ക് എഫ് ഓഫ് ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 എന്നെഴുതാം. സോ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ഇൻവേഴ്സ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്: L ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ, where L Laplace of f of t equal to f of s. f of s Laplace of small f of t ആണെങ്കിൽ L inverse of e raised to minus as into f of s എന്താണ്? ഈക്വൽ ടു f of t minus a into u of t minus a. സോ ഈ ഫംഗ്ഷൻ നോക്കൂ, ഇത് എന്ത് ഫോമുല? L inverse of e raised to minus 3s into 1 by s minus 1 whole raised to 4. സോ ഇതെന്താണ്? e raised to minus as into f of s, ക്യാപിറ്റൽ f of s എന്നുള്ള ഫോമുല കിടക്കുന്നത്. ഇവിടെ a എന്താണ്? ഇവിടെ a ഈക്വൽ ടു 3 ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ. നമ്മൾ എഫ് ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞു. എഫ് ഓഫ് ടി മൈനസ് എന്താ? ഇവിടുത്തെ എഫ് ഓഫ് എസ്, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്താണ്? ഈ എഫ് ഓഫ് ടിയും ക്യാപിറ്റൽ എഫ് ഓഫ് എസും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഈ സ്മോൾ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഇവിടെ വരുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിട്ട് വരുന്നത്. സോ ഇവിടുത്തെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് നമുക്ക് എന്താ കിട്ടിയത്? ഈക്വൽ ടു 1 by s minus 1 whole raised to 4 അല്ല, e raised to minus 3s into 1 by s minus 1 whole raised to 4 ആണ്. സോ നമ്മൾ എഫ് ഓഫ് എസ് എന്താണ്? 1 by s minus 1 whole raised to 4 ആണ്. അതിൻ്റെ L ഇൻവേഴ്സ്, ഓക്കെ, എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ടി ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ഈ എഫ് ഓഫ് എസ് നമുക്ക് കാണണം. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus 1 whole raised to 4. അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus 1 whole raised to 4 ഈക്വൽ ടു എന്താണ്? 1 by 6 t cube e raised to t. അതിനെയാണ് നമ്മൾ എഫ് ഓഫ് ടി ആയിട്ടുള്ള എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ഇൻവേഴ്സ് ഫോം വെച്ചിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3. ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus 1 whole raised to 4. അതിൻ്റെ എൽ ഇൻവേഴ്സ് ആണ് എഫ് ഓഫ് ടി മൈനസ് 3. അത് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എഫ് ഓഫ് ടി ഈക്വൽ ടു 1 by 6 ഇൻറ്റു ടി ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു ടി ആണ്. ഇവിടെ എന്താണ്? എഫ് ഓഫ് ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 ആണ്. സോ എഫ് ഓഫ് ടി നമുക്കറിയാം. നമ്മൾ എഫ് ഓഫ് ടി മൈനസ് 3 ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. സോ എഫ് ഓഫ് ടി മൈനസ് 3 എന്താ വരിക? 1 by 6 ഇൻറ്റു ടി മൈനസ് 3 ഹോൾ ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 3. സോ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 3s by s minus 1 whole raised to 4 equal to f of t minus 3 into 3 minus 3 into u of t minus 3 ആണ്. സോ എഫ് ഓഫ് t minus 3 1 by 6 into t minus 3 whole cube into e raised to t minus 3 into u of t minus 3 എന്നെഴുതാം. ഇനി യു ഓഫ് ടി മൈനസ് 3 എന്താണ്? നമ്മളെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. സോ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്താൽ യു ഓഫ് ടി മൈനസ് 3 0 ആവും ഫോർ ടി ലെസ് ദാൻ 3 ആൻഡ് 1 ആവും ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. സോ ആ ഡെഫിനിഷനും കൂടി കൊടുത്താൽ ഫോർ ടി ലെസ് ദാൻ 3 ടി ലെസ് ദാൻ 3 ആകുമ്പോൾ യു ഓഫ് ടി മൈനസ് 3 0 ആവും. സോ 1 by 6 ഇൻറ്റു ദിസ് ഇൻറ്റു 0 എന്ന് കിട്ടും. സോ എൽ ഇൻവേഴ്സ് ഓഫ് ഈ ഫംഗ്ഷൻ എന്താവും? ഫോർ ടി ലെസ് ദാൻ 3 0 ആവും. ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഇത് 1 ആവും. സോ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 3s ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 എന്താവും? ദിസ് ടേം ഇൻറ്റു 1. സോ 1 by 6 ഇൻറ്റു ടി മൈനസ് 3 ഹോൾ ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 3 എന്ന് കിട്ടും ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3.